സൗദി അറേബ്യയിൽ ഇപ്പോൾ ലഭിക്കുന്ന മഴയും കാര്യങ്ങളും ഏപ്രിൽ മാസത്തിലും തുടരും. ശരാശരിയിലും കൂടുതൽ മഴ ഏപ്രിൽ മാസത്തിൽ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും വരും ദിവസങ്ങളിലും മഴ പല തീവ്രതയിൽ തുടരും എന്നാണ് ഈ റിപ്പോർട്ടുകൾ പറയുന്നത്. മഴക്കാലം അതിന്റെ ഉച്ചസ്ഥായിയിൽ സാധാരണ എത്തുന്നത് ഏപ്രിൽ മാസത്തിലാണ്. ഇത്തവണ ശരാശരിയിലും കൂടുതൽ മഴ പെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ചിലയിടങ്ങളിൽ താപനില ശരാശരിയേക്കാൾ 1 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ജിസാൻ, അസീർ തുടങ്ങിയ പ്രവിശ്യകളിലെ അവിടെ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. വരുന്ന വ്യാഴാഴ്ച വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ള അറിയിപ്പുകളാണ് കാലാവസ്ഥാ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം ഇടങ്ങളിൽ നിന്നും താഴ്വരകളിൽ നിന്നും മാറി നിൽക്കണം. മഴവെള്ളപ്പാച്ചിലിലോ വെള്ളക്കെട്ടിലോ നീന്താൻ ശ്രമിക്കരുത്. മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും ഒക്കെ നൽകുന്ന ഔദ്യോഗിക നിർദ്ദേശങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക. സൗദിയിൽ മക്ക, ത്വായിഫ്, മെസാൻ, അദം, അൽ അർദിയാത്ത് തുടങ്ങിയ ഇടങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ടെന്നാണ്. ഇനി റിയാദ് പ്രവിശ്യ എടുക്കുമ്പോൾ വാദി അൽ ദവാസിറിലെ അഫ്ലാച്ച്, അൽ റെയിൻ, അൽ ഹറീഖ്, അൽ ദലം, ഹോത്ത, ബാനിം, തമീം എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ട്. തലസ്ഥാനമായ റിയാദ്, പ്രാന്തപ്രദേശങ്ങളായ അൽ മുസാഹ്മിയ, ദറയ്യ, ഖർജ് തുടങ്ങിയ ഇടങ്ങളിലും നേരിയതോ മിതമായതോ ആയ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. കിഴക്കൻ മേഖലയിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. തബൂക്ക്, അൽ ജൗഫ്, ഹായിൽ, വടക്കൻ അതിർത്തി മേഖലകൾ, മദീന, അൽബാഹ, അസീർ, ജിസാൻ, നജ്റാൻ, അൽ ഖസീം എന്നിവിടങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴ ലഭിക്കും എന്നാണ് കാലാവസ്ഥാ പ്രവചനങ്ങൾ വരുന്നത്. ആവശ്യമായിട്ടുള്ള മുൻകരുതലുകളും ജാഗ്രതകളും വേണമെന്നാണ് സൗദി കാലാവസ്ഥാ വിഭാഗവുമായി ബന്ധപ്പെട്ട ഈ അറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത്.